പാർവതി, ഇതെന്റെ ശബ്ദമാണ്, എന്റെ ഗന്ധർവന്റെ ശബ്ദം. നിന്നെ പരിചയപ്പെട്ടതിന് ശേഷം നിന്നോടിങ്ങനെ പ്രണയത്തോടെ സംസാരിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ ഉള്ളിലുള്ള നിന്നോട് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. അതെല്ലാം മോളി മോളി കേട്ടുകൊണ്ട് നീ എന്റെ അടുത്തിരിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നതിനൊക്കെ നീ മറുപടിയും പറയാറുണ്ട്. നമ്മൾ തമ്മിൽ പിണങ്ങാറുണ്ട്. അപ്പോ നീ എന്നോട് പരിഭവവും കാണിക്കാറുണ്ട്. കണ്ണിൽ നിന്ന് അകന്നിരിക്കുമ്പോഴും ഉള്ളുകൊണ്ട് ഞാൻ നിന്നെ കാണാറുണ്ട് പാർവതി. ഒരുവന് ഇവൾ ഇണി എന്ന് ദൈവം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. കണ്ടുമുട്ടാനുള്ള നേരമാവുമ്പോൾ മനസ്സ് മനസ്സിനെ തേടി പുറപ്പെടുമാത്രേ. അന്വേഷണത്തിനൊടുവിൽ നമ്മുടെ മനസ്സുകൾ പരസ്പരം കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഒരുമിച്ചുള്ള ജീവിതം ഇപ്പൊ ഇത്രമാത്രം എന്ന് പാറുവിന്റെ ഗന്ധർവൻ, പാറുവിന്റെ സ്വന്തം ഗന്ധർവൻ. മനസ്സിലായില്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞാനാണ് നിന്റെ ഗന്ധർവൻ. അവളിത് എവിടെ പോയി? അമ്പലത്തിനുള്ളിലുണ്ടാവും.